ദീപക് മോഹൻ ഇവരെല്ലാവരും ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ കൃത്യമായി തന്നെ നടക്കുന്നു. ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റ് അല്പസമയത്തിനുള്ളിൽ എത്തും. മൂന്നാമത്തെ യൂണിറ്റും അങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിച്ച് നടക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലുണ്ടോ എന്ന തിരച്ചിലാണ് നടക്കേണ്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂരൽമലയിലേക്കാൾ മുണ്ടക്കൈയിലുള്ള ഭാഗത്തെ ആളുകൾ അവർക്ക് എന്ത് സംഭവിച്ചു, അവരിൽ എത്ര വീടുകൾ ഒലിച്ചുപോയി, അവരിൽ ആരെങ്കിലും മണ്ണിനടിയിലുണ്ടോ എന്ന വിവരങ്ങൾ അറിയാനാണ്. പക്ഷേ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമുക്കോ രക്ഷാപ്രവർത്തകർക്കോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, ആ ദൃശ്യങ്ങളിൽ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭീകരത പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നതാണ്. പക്ഷേ അപ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ കൂടുതൽ ആളുകൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകരുത്. സന്നദ്ധ പ്രവർത്തകരും NDRFിൻ്റെയും ട്രെയിൻഡായ ആളുകളുമാണ് ആ ഭാഗത്തേക്ക് എത്തിച്ചേരേണ്ടത്. നിലവിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് ഈ മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം ഇനിയും നമുക്ക് ലഭ്യമായിട്ടില്ല. ജിജിത്തുണ്ട്, ഒപ്പം നമ്മളുടെ പ്രതിനിധി ദീപക് മോഹനുണ്ട്, സാനിയോ ഉണ്ട്, ഒപ്പം ബിനിൽ പോത്തൻ ബാബുവും നമുക്കൊപ്പം ചേരും. വയനാടിൻ്റെ ഒരു പ്രത്യേകിച്ച് മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് അവിടുത്തെ ഒരു ആവാസ മേഖല, അവിടുത്തെ സ്വഭാവം എന്താണ്, അവിടെ എന്ത് പ്രതിസന്ധികളാണുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കണം. ചൂരൽമല പാലം തകർന്നു എന്നതാണ് ഇതിൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാക്കുന്നത്. ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണസജ്ജമായി നടക്കുമ്പോഴും മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ദീപക്. നമുക്ക് ദീപക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണോ ആ പ്രദേശത്തെ ആളുകൾ? കേൾക്കാം അരുൺകുമാർ. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം നേരത്തെ ജിജിത്ത് പറഞ്ഞ ഈ പുഴ ഗതിമാറി ഒഴുകിയ പ്രദേശമാണ്. ഇവിടെയാണ് ഇപ്പോൾ എതിർവശത്തെ വീട്ടിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ ഫയർഫോഴ്സ് ഈ ഗതിമാറി ഒഴുകിയ പുഴയ്ക്ക് കുറുകെ ഒരു കോണി കെട്ടി അവിടുന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ വലിയ തോതിൽ വലിയ മരങ്ങൾ വന്നിടിച്ച ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് മരത്തിനിടയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അയാളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നിന്ന് പുറത്തേക്ക് ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ നേരത്തെ ജിജിൻ പറഞ്ഞ ഈ വെള്ളാർമല സ്കൂളിനോട് ചേർന്ന പ്രദേശമാണ്. ഈ ഭാഗത്താണ് ഒരു പുഴയും ഒരു പള്ളിയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു പാലവും ഒഴുകിപ്പോയത്. ഇവിടെ നിന്ന് പുഴ ഗതിമാറി ഒഴുകി ഈ വീടിന് ചുറ്റും കുറുകെ പരന്നൊഴുകുകയായിരുന്നു. പക്ഷേ 2 നിലയിലുള്ള വീടുകൾ മാത്രം രക്ഷപ്പെട്ടു. അങ്ങ് ദൂരെ കാണുന്ന NDRF സംഘം ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന പച്ചപ്പ് കാണുന്ന ആ ഭാഗത്തായാണ് മുണ്ടക്കൈ മല എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറി മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ആ ഭാഗത്തേക്ക് സാധാരണയായി പ്രധാന റോഡ് രക്ഷിച്ചുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അവിടെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു അല്ലേ രക്ഷാപ്രവർത്തകർക്ക്? തീർച്ചയായും അരുൺകുമാർ, നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ രക്ഷപ്പെടുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരു പരിഭ്രമവും ഭയവും കലർന്ന ഒരു ദൃശ്യം തന്നെയാണ്. ഈ ഒറ്റപ്പെട്ട് ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷിക്കാനായി അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കാനായി ഈ NDRF സംഘവും ഒപ്പം ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് വയനാട്ടിലെ തന്നെ നിരവധി റെസ്ക്യൂ ടീമുകൾ ഇവിടെയുണ്ട്. ഇവരാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ദുരന്തം നടന്നിരിക്കുന്ന ചൂരൽമല ടൗൺ, അതോടൊപ്പം ഈ സ്കൂളിന് സമീപം മുണ്ടക്കൈ പ്രദേശം, ഈ ഭാഗത്തേക്ക് വരുന്ന ഈ പുഞ്ചിരിമട്ടം കുന്ന്, മേൽമുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം നിയന്ത്രണപ്പെടുത്തിയിട്ടുണ്ട്. ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. താമരശ്ശേരി ചുരം വഴി ഇനി മറ്റു സ്വകാര്യ വാഹനങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോകാൻ കഴിയില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ